താൻ രാഷ്ട്രീയത്തിൽ വന്നത് ജനങ്ങളെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയല്ലെന്നും വ്യക്തമാക്കിയിട്ടുള്ള നടനാണ് വിജയ്. പണത്തിലൊക്കെ എന്ത് കാര്യം? ആവശ്യത്തിലധികം പണം ഞാൻ കണ്ടു കഴിഞ്ഞു. പണത്തിന് വേണ്ടിയാണോ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്? എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സേവനം ചെയ്യുക മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇങ്ങനെയാണ് വിജയ് പറഞ്ഞത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടൻ വിജയ് സജീവമായി കടന്നുവരുന്നത് ഭരണകക്ഷിയായ DMK-യേക്കാൾ ആശങ്കപ്പെടുത്തുന്നത് പ്രധാന പ്രതിപക്ഷമായ AIDMK ആണെന്ന വിലയിരുത്തലിലാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും. അടുത്തിടെ ഈറോഡിൽ നടന്ന തമിഴക വെട്രിക്കഴകം പാർട്ടി സമ്മേളനം ഈ ആശങ്കയ്ക്ക് വ്യക്തമായ അടയാളങ്ങൾ നൽകുകയും ചെയ്തു. സെപ്റ്റംബർ 27-ന് കരൂരിൽ നടന്ന റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച ദാരുണ സംഭവത്തിന് ശേഷമുള്ള വിജയിയുടെ ആദ്യ പൊതുപരിപാടി ആയതിനാൽ ഈറോഡ് സമ്മേളനം കൃത്യമായ പദ്ധതികളും നിയന്ത്രണങ്ങളും പാലിച്ചായിരുന്നു. ഏകദേശം 30,000 പേരാണ് റാലിയിൽ പങ്കെടുത്തത്. യുവാക്കളും സ്ത്രീകളുമായിരുന്നു പങ്കെടുത്തവരിൽ ഏറെയും. അവരുടെ ആവർത്തിച്ചുള്ള കയ്യടികളും മുദ്രാവാക്യങ്ങളും വിജയിയുടെ പ്രസംഗത്തിന്റെ ഒഴുക്കിനെ പലപ്പോഴും തടസ്സപ്പെടുത്തി. എങ്കിലും അദ്ദേഹം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ വിഷയങ്ങൾക്കൊപ്പം തന്നെ പരാമർശിക്കാതെ വിട്ട വിഷയങ്ങളും രാഷ്ട്രീയമായി പ്രാധാന്യമുള്ളതായിരുന്നു. മധുരയിലെ തിരുപ്പുറം കുന്ദ്രം ക്ഷേത്ര ദർഗ വിവാദം, കേന്ദ്രത്തിലെ BJP സർക്കാരും DMK നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സംഘർഷം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി അവതരിപ്പിച്ച വിക്ഷിത് ഭാരത് ഗ്യാരണ്ടി പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് വിജയ് പ്രസംഗത്തിലെവിടെയും പരാമർശിച്ചില്ല. 2026 ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ സജ്ജതയാണ് ഈ സമ്മേളനം മുഖ്യമായി പ്രകടിപ്പിച്ചത്. വ്യക്തമായ നയപ്രഖ്യാപനങ്ങളോ കർമ്മ പദ്ധതികളോ അവതരിപ്പിക്കുന്നതിന് പകരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി പാർട്ടി പൂർണ്ണമായി തയ്യാറാണെന്ന സന്ദേശമാണ് വിജയ് നൽകിയത്. 2024 ഫെബ്രുവരിയിൽ TVK രൂപീകരിച്ചതിനു ശേഷം വിജയ് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു ഈറോഡിൽ നടന്ന സമ്മേളനത്തിൽ നടത്തിയത്. മുൻ മുഖ്യമന്ത്രി ജയലളിത DMK-യെ വിമർശിക്കാൻ ഉപയോഗിച്ചിരുന്ന തീയശക്തി എന്ന പ്രയോഗം വിജയ് തന്റെ പ്രസംഗത്തിലുടനീളം ആവർത്തിച്ചു. അതേസമയം സ്വന്തം പാർട്ടി അദ്ദേഹം തൂയശക്തി എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത്. ഇതിലൂടെ AIDMK-യുടെ പരമ്പരാഗത രാഷ്ട്രീയ ഭാഷയും ശൈലിയും വിജയ് ഏറ്റെടുക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. DMK-യാണ് പ്രധാന രാഷ്ട്രീയ എതിരാളികളായി അദ്ദേഹം തുറന്നു പറഞ്ഞതെങ്കിലും AIDMK-യെ നേരിട്ട് ആക്രമിക്കാൻ വിജയ് തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനം AIDMK-യിൽ നിന്ന് കൈപ്പിടിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് നീങ്ങുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. AIDMK-യുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മുൻ AIDMK നേതാവും മന്ത്രിയുമായ KA സെങ്കോട്ടയ്യൻ TVK-യുടെ ചീഫ് കോർഡിനേറ്ററായി വേദിയിലെത്തിയത് വലിയ രാഷ്ട്രീയ സന്ദേശമായി മാറി. മുതിർന്ന നേതാക്കളുടെ പിന്തുണയും യുവാക്കളുടെ ആവേശവും ഒരേ സമയം സ്വന്തമാക്കുവാനുള്ള ശ്രമമാണ് വിജയ് നടത്തുന്നത്. അണ്ണാദുരൈ, പെരിയാർ, MGR എന്നിവരോടൊപ്പം ആദ്യമായി ജയലളിതയെയും വിജയ് തന്റെ പ്രസംഗത്തിൽ പുകഴ്ത്തി. DMK-യെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ജയലളിത കാണിച്ച രാഷ്ട്രീയ ധൈര്യത്തെ വിജയ് പ്രശംസിക്കുകയും ചെയ്തു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പ്രമുഖ നേതാക്കളുടെ എല്ലാം യഥാർത്ഥ പാരമ്പര്യാവകാശി താനാണെന്ന സന്ദേശമാണ് വിജയ് നൽകാൻ ശ്രമിച്ചത്. DMK-യുടെ ഭരണപരാജയങ്ങളും അഴിമതിയും തുറന്നുകാട്ടിയ വിജയ് താൻ വെറും സിനിമാ താരമല്ലെന്നും രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറായ നേതാവാണെന്നും തെളിയിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK-ക്ക് നേരെയുള്ള പ്രധാന വെല്ലുവിളി AIDMK ആയിരിക്കില്ല, മറിച്ച് തന്റെ പാർട്ടിയായി TVK ആയിരിക്കുമെന്ന സന്ദേശമാണ് ഈറോഡ് റാലിയിലൂടെ വിജയ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. AIDMK-യുടെ അടിത്തറ കുലുക്കി തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറാനുള്ള വിജയുടെ നീക്കങ്ങൾ അടുത്ത കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശക്തമായ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.